നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹുലിൻ അൽവാരസിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അർജൻറ്റീന ആരാധകർ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്നത്. കിരീടമില്ലാതെ അധികകാലമൊന്നും അദ്ദേഹത്തിന് അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡ് നിൽക്കാൻ പറ്റൂല. കാരണം കിരീടങ്ങൾ നേടിയാണ് ശീലം. അത്രയധികം കിരീടങ്ങൾ ചെറിയ പ്രായത്തിലെ വാരിക്കൂട്ടിയവരാണ്. സോ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആൾ ക്ലബ്ബ് വിട്ടേക്കും. നല്ല ഓഫറുമായിട്ട് PSG രംഗത്തുണ്ട്. ബാഴ്സക്കാണെങ്കിൽ നല്ല താല്പര്യമുണ്ട്. പക്ഷേ PSG കൊടുക്കുന്ന പണം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി അതിനുമപ്പുറം ഒന്നിലധികം പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ താരത്തിൽ താല്പര്യവുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നാണ് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹുലിൻ ആൽവാരസിൻ്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണിപ്പോൾ. അതാണ് യാഥാർത്ഥ്യം. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു തീരുമാനമുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുള്ളത് മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് ക്ലബ്സ്, ഒന്നിലധികം പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ രംഗത്തുണ്ട്. PSG എന്തായാലും റേസിലുണ്ട്. അവർ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുണ്ട്. ബാഴ്സലോണക്ക് അദ്ദേഹത്തെ വേണം എന്ന് താല്പര്യമുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു ഡീല് നടക്കണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു തുക ചോദിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. സോ ഹുലിയൻ നൗ ഹാസ് ടു ഡിസൈഡ് വാട്ട് ഹി വാണ്ട്സ് ഫോർ ഹിസ് ഫ്യൂച്ചർ. ഹുലിയനാണ് ഇനി തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന് എവിടേക്ക് പോകണം. ഏതായാലും ബാഴ്സ അർജൻറ്റീന കണക്ഷനുള്ള കുറേ ആരാധകരുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന മെസ്സി വിസ്മയിപ്പിച്ച ആ ജേഴ്സിയിൽ ഇനി ഹുലിൻ ആൽവാരസിനെ കാണണമെന്നാണ്. അത് സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. സാധ്യത ഇപ്പോൾ വളരെ കുറവായിട്ട് വരുന്നു. കാരണം പ്രീമിയർ ലീഗിൽ നിന്നുള്ള ചില ക്ലബ്ബുകൾ കൂടി രംഗത്തേക്ക് വന്നു. അതുപോലെ PSG വലിയ രൂപത്തിൽ കണ്ടൻറ്റേഴ്സായിട്ട് മുന്നിലുണ്ട്. ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്തും സംഭവിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.